ഹായ്, ഞാൻ ഐശ്വര്യ. ദി ഡോക്ടർ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അനുപമ അനിൽ, ആയുർവേദ ഡോക്ടറാണ്. ഡാൻഡ്രഫ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഒരു തിരക്കേറിയ ജീവിത സാഹചര്യത്തിൽ ആൺ പെൺ ഭേദമന്യേ ഈവൻ അഡോളസൻ്റ് ഏജിലുള്ള കുട്ടികൾക്കും എല്ലാവരും ഒരുപോലെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് താരൻ എന്ന് പറയുന്നത്. താരൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മുടെ ശരീരത്തിലെ കഫവാത ദോഷങ്ങളുടെ ആധിക്യം മൂലം നമ്മുടെ സ്കാൽപ്പിലെ, അതായത് തലയോട്ടിയിലെ ഫോളിക്കിൾ അടയുകയും ടിഷ്യൂ ഫോർമേഷൻ കൂടി അടിഞ്ഞുകൂടുകയും അതൊരു ഫംഗൽ ഗ്രോത്ത് പോലെ ഉണ്ടാകുന്നു. അതുമൂലം തലയിൽ മുടി പൊഴിയുക, ചൊറിച്ചിൽ, തലയോട്ടിയിൽ പരുപരുപ്പ്, തരിപ്പ് എന്നിവ ഉണ്ടാകുകയും അതിനോടൊപ്പം തന്നെ തലയോട്ടിയിലെ തൊലിക്ക് അതിസൂക്ഷ്മമായ ചെറിയ ചെറിയ പൊട്ടലുകൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ശിരോരോഗമാണ് ശരിക്കും ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. പ്രധാനമായും ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ നമുക്ക് പ്രധാനമായിട്ടും പറയുന്നത് നമ്മുടെ ഈ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ, നമ്മൾ കാറിലും ബാക്കി എല്ലായിടത്തും നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്, ആ സമയങ്ങളിലൊക്കെ നമുക്ക് ഏൽക്കുന്ന പൊടിപടലങ്ങൾ, അതുപോലെ ജോലി സംബന്ധമായിട്ടും ഇപ്പോൾ ചിലവർ ഫാക്ടറിയിൽ അല്ലെങ്കിൽ മണ്ണിൽ ഇപ്പോൾ പണിയെടുക്കേണ്ട ഒരുപാട് സാഹചര്യങ്ങൾ വരുന്നുണ്ട്. ഈ സമയത്തെല്ലാം നമ്മുടെ അന്തരീക്ഷങ്ങളിലെ പൊടിപടലങ്ങൾ ഏൽക്കുന്നത് ഒരു കാരണമാണ്. അതുപോലെ പകലുറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ കഫദോഷം കൂടുകയും മേധസ് വർദ്ധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരു സ്നേഹാംശം, അതായത് ഓയിൽ പ്രൊഡക്ഷൻ നമ്മൾ പറയില്ലേ, ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവുകയും അത് ഡാൻഡ്രഫിന് കാരണമാവുകയും ചെയ്യുന്നു. അതുപോലെ ചൂടുള്ള കാലാവസ്ഥ, ഈ ഒരു വെയിലേൽക്കുന്ന സമയത്ത്, അതുപോലെ വേനൽക്കാലത്തൊക്കെ വിയർപ്പ് കൂടുതലായിരിക്കും, അതും ഡാൻഡ്രഫിന് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനമാണ് നമ്മൾ എന്നും എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളത്. നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഏതെങ്കിലും എണ്ണകൾ ഡെയിലി നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു 5-10 മിനിറ്റ് മസാജൊക്കെ ചെയ്ത് നമ്മൾ നിത്യവും സൂര്യോദയത്തിന് മുമ്പായിട്ട് പരമാവധി കുളിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ തല നന്നായി കഴുകി വൃത്തിയായി സൂക്ഷിക്കണം. ഏതെങ്കിലും പരമാവധി നമ്മുടെ വീടുകളിലും തൊടിയിലൊക്കെ കിട്ടുന്ന ഏതെങ്കിലും താളികളോ അതുപോലെ ഉലുവ, നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാകുന്ന കാര്യമാണ് ഈ ഉലുവ എന്നൊക്കെ പറയുന്നത്. ഉലുവ, ആര്യവേപ്പ് പോലുള്ള ഒരു കാര്യങ്ങളൊക്കെ എടുത്ത് അത് വെച്ചിട്ട് തല നന്നായിട്ടൊക്കെ കഴുകി നമ്മൾ സൂക്ഷിക്കുക. മാക്സിമം നമുക്ക് ഭയങ്കര തീവ്രതയുള്ള കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഷാംപൂസ് നമ്മൾ മാക്സിമം ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഈ എണ്ണകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ തലയോട്ടിയിൽ ഒരു എണ്ണമയം ഉണ്ടാവുകയും അത് ഡ്രൈ ആയിരിക്കില്ല. ആ സമയത്തൊക്കെ ഈ ഒരു താരന് അത് വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വേഗധാരണം എന്ന് പറയുന്നത്. വേഗധാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മലമൂത്രം പോലുള്ള നാച്ചുറൽ അർജസ്, നമുക്ക് സപ്രസ് ചെയ്യാൻ പാടില്ലാത്ത അർജസ് നമ്മൾ സപ്രസ് ചെയ്യുന്നത്, അതും താരന് മറ്റൊരു കാരണമാകുന്നുണ്ട്. ഉറപ്പായും ആയുർവേദത്തിൽ ഫലപ്രദമായ ഒരുപാട് ചികിത്സകളുണ്ട്. നമുക്ക് അട്ട ഘടിപ്പിക്കൽ, അതേപോലെ നമ്മുടെ തലയോട്ടിയിലെ വെയിൻസ് പങ്ക്ചർ ചെയ്ത് ദുഷിച്ച രക്തം നമ്മൾ എടുക്കൽ, അതുപോലെ നിംബതൈലം കൊണ്ട് നമുക്ക് നസ്യം ചെയ്യാം, തുളസി സ്വരസം അവപീഡനം നസ്യമായിട്ട് നമുക്ക് ചെയ്യാം, ശിരോവസ്തി പോലുള്ള ചികിത്സകൾ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഡാൻഡ്രഫ് കുറേയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ വ്യക്തികൾക്കും വേറെ വേറെ ആയിരിക്കും കണ്ടീഷൻസ് ഉണ്ടാവുക. ആ ഡാൻഡ്രഫിൻ്റെ തീവ്രത വേറെ വേറെ ആയിരിക്കും. അപ്പോൾ ആളുകളുടെ അനുസരിച്ച്, പേഷ്യൻസിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് കഷായങ്ങളൊക്കെ നൽകാം. അതായത് ഗതിരാരിഷ്ടം, അരഗ്വാദാരി കഷായം, നിംബാമൃതാസവം, മഞ്ചിഷ്ടാദി കഷായം പോലുള്ളവ നമുക്ക് ഉള്ളിൽ കഴിക്കാൻ വേണ്ടിയിട്ട് നൽകാം. ഇനി കണ്ടീഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, അതിൻ്റെ തീവ്രത വളരെയധികം ഉണ്ട് എങ്കിൽ നമുക്ക് ഏതെങ്കിലും ഘൃതങ്ങൾ സേവിക്കാം. ഘൃതങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ദുകാന്ത ഘൃതം, കല്യാണക ഘൃതം, അതുപോലുള്ള ഘൃതങ്ങൾ നമ്മൾ തിക്തം ഘൃതം പോലുള്ളതൊക്കെ നമ്മൾ ഉള്ളിൽ സ്നേഹപാനമായിട്ട് നമ്മൾ നൽകി കുറച്ച് ദിവസം, ഒരു 5 മുതൽ 7 ദിവസം വരെയൊക്കെ നമ്മൾ സ്നേഹപാനമായി നൽകി വിരേചിപ്പിച്ച് കളയൽ അല്ലെങ്കിൽ ഛർദ്ദിപ്പിച്ച് കളയൽ പോലുള്ള ശോധന കർമ്മങ്ങൾ, ഇത് ആയുർവേദത്തിലെ വമനം, വിരേചനം പോലുള്ള പ്യൂരിഫിക്കേറ്ററി തെറാപ്പീസ് ആണ്. ഇതുപോലുള്ള തെറാപ്പീസ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ശരീരവും ശുദ്ധികർമ്മം ചെയ്യുക എന്ന് പറയില്ലേ, ശോധന കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നു. അതിനുശേഷം ഈ ഒരു ശോധന കർമ്മങ്ങൾ ഒരു പരിധിവരെ നമ്മുടെ ശരീരത്തിലുള്ള കഫവാത ദോഷങ്ങളുടെ ഒരു ആധിക്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് നിത്യവും വയറ്റിൽ നിന്ന് പോവുക എന്നുള്ളത്. വയറ് നന്നായിട്ട് ക്ലിയർ ആയിട്ട് ഉണ്ടാവണം. അല്ല എങ്കിൽ അതും താരന് മറ്റൊരു കാരണമാകുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് മാണിഭദ്രഗുളം, അതുപോലെ ദശമൂലഹരിതകി ലേഹ്യം പോലുള്ളവ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ രാത്രി കിടക്കാൻ നേരം സേവിച്ച് നിത്യവിരേചനത്തിനായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്.
ഈ അട്ട കടുപ്പിക്കൽ വരുന്നത് നമുക്ക് ആയുർവേദത്തിൽ രക്തമോക്ഷണം എന്ന് പറഞ്ഞ ഒരു ട്രീറ്റ്മെൻറ്റിൽ പെടുന്നതാണ് അട്ട കടുപ്പിക്കൽ. അതായത് ബ്ലഡ് ലെറ്റിങ്, നമ്മുടെ ശരീരത്തിലെ ദൂഷിതമായിട്ടുള്ള രക്തം പുറത്തെടുക്കുന്ന ഒരു ബ്ലഡ് ലെറ്റിങ് ഒരു പ്രക്രിയയാണ്. അതിൽ പെടുന്ന ഒന്നാണ് അട്ട കടുപ്പിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ 2 തരത്തിലുള്ള അട്ടകളാണ് മെയിനായിട്ടുള്ളത്. നമുക്ക് വിഷമുള്ള അട്ടയുണ്ട്, വിഷമില്ലാത്ത അട്ടയുണ്ട്. അതിൽ വിഷമില്ലാത്ത അട്ടകളാണ് നമ്മൾ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഡാൻഡ്രഫ് കൂടുതലുണ്ടെങ്കിൽ തലയിൽ, നെറ്റിയിലോ തലയുടെ ഭാഗത്ത് എവിടെയെങ്കിലും നമുക്ക് അട്ട അത് വലിച്ചെടുക്കാൻ പാകത്തിൽ ഒരു ഏരിയയിൽ നമ്മൾ അട്ടയെ വെച്ച് അതിനുവേണ്ടി അവിടെ എണ്ണമയമൊന്നും ഉണ്ടാവാൻ പാടില്ല. ആ ഒരു സ്ഥലത്ത് അട്ടേനെ വെച്ച് അപ്പോൾ ആ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് അട്ട അത് രക്തം വലിച്ചെടുക്കാൻ തുടങ്ങും. അത് രക്തം വലിച്ചെടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അട്ട ഒരു ഹോഷൂ പോലെ, അതിൻ്റെ കഴുത്ത് ഒരു നമ്മുടെ ഹോഷൂ പോലെ ഒരു ഷേപ്പിലേക്ക് ഇങ്ങനെ വളഞ്ഞു വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അട്ട രക്തം കുടിച്ചെടുക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത് കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പം അട്ട ഈ ദൂഷിതമായിട്ടുള്ള രക്തങ്ങളെല്ലാം വലിച്ചെടുത്ത് നമുക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടും. ആ സമയത്ത് നമുക്കിത് മനസ്സിലാവും, അത് ദൂഷിതമായിട്ടുള്ള രക്തങ്ങളെല്ലാം എടുത്തു, ഇനിയുള്ളത് ശുദ്ധമായിട്ടുള്ള രക്തമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ അട്ടയുടെ മുകളിൽ മഞ്ഞപ്പൊടി വിതറി അതിനെ നമ്മുടെ തൊലിയിൽ നിന്ന് വിടിയിക്കുകയാണ് ചെയ്യുക. എന്നിട്ട് ഈ അട്ടേനെ നമ്മൾ മഞ്ഞൾ വെള്ളത്തിലിട്ട് അതിനെ വലിച്ചെടുത്ത ദൂഷിതമായിട്ടുള്ള രക്തങ്ങൾ അതിനെ കൊണ്ട് ഛർദ്ദിപ്പിച്ച് കളയും. എന്നിട്ട് അതിനെ ഒരു നല്ല വെള്ളത്തിലേക്ക് മാറ്റി അതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിടും. ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും അട്ട കടിപ്പിക്കുന്ന ഒരു പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നത്. ഉണ്ട്, നമുക്ക് വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ പൊടിക്കൈകളായിട്ട് നമ്മുടെ വീട്ടിലുള്ളതും നമ്മുടെ ചുറ്റുവട്ടത്തിലെ പറമ്പിലും തൊടിയിലൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നമുക്കിത് ഒരു പരിധി വരെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതിലൊന്നാണ് ഈ ത്രിഫല കഷായം കൊണ്ട് നമ്മൾ തല കഴുകുക എന്ന് പറയാം. ത്രിഫല കഷായം ഉണ്ടാക്കുന്നത് ഒരു 2 ടീസ്പൂൺ ത്രിഫല ഒരു 1.5 ലിറ്റർ വെള്ളത്തിൽ നന്നായി തിളപ്പിച്ച് അത് തണുക്കാൻ വെക്കുക. തണുത്ത ശേഷം അത് അരിച്ചെടുക്കുക. പൊടിയൊന്നും ഇല്ലാതെ നന്നായിട്ട് അരിച്ചെടുത്ത് ആ വെള്ളം കൊണ്ട് തല നന്നായി കഴുകി വൃത്തിയായി സൂക്ഷിക്കുക. അതുപോലെ നമ്മുടെ തൊടിയിലൊക്കെ കാണുന്നതാണ് ആര്യവേപ്പ് എന്ന് പറയുന്നത്. ആര്യവേപ്പ് ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി ഉള്ള ഒരു ഇലയാണ്. അപ്പം ഈ നമ്മൾ താരെന്ന് പറയുന്നതും ശരിക്കും ഒരു ഫംഗൽ ഗ്രോത്ത് ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ആര്യവേപ്പ് കുറച്ചെടുത്ത് അത് കുറച്ച് 1.5 ലിറ്റർ വെള്ളത്തിൽ നന്നായി തിളപ്പിച്ച് തണുക്കാൻ വെക്കുക. തണുത്ത ശേഷം അത് ഉപയോഗിച്ച് തല കഴുകി വൃത്തിയാക്കുക. അതുപോലെ നിത്യവും നമ്മൾ എണ്ണ തേക്കണം. തലയിൽ എണ്ണ ഇല്ല എങ്കിൽ അവിടെ തലയോട്ടി ഡ്രൈ ആവുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് വീണ്ടും കഫദോഷം അവിടെ കഫവാത ദോഷങ്ങൾ അവിടെ കൂടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അനുയോജ്യമായിട്ടുള്ള അതായത് ദുർദൂര പത്രാതി ഓയിൽ അല്ലെങ്കിൽ ഏലാതി കേരം പോലുള്ള എണ്ണകളിൽ ഇതിലേതെങ്കിലും ഒരു എണ്ണയെടുത്ത് നമ്മൾ നിത്യവും തലയിൽ തേച്ച് സൂര്യോദയത്തിന് മുന്നായിട്ട് പരമാവധി കുളിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഈ എണ്ണ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ പറ്റുമെങ്കിൽ ഒരു 10-15 മിനിറ്റ് നമ്മൾ നന്നായി മസാജ് ചെയ്ത് ആവി കൊണ്ട ശേഷം അലോവേര പൾപ്പ് എടുത്ത് അല്ലെങ്കിൽ ശിക്കക്കായും കൂടി ചേർത്ത് ഒരു പേസ്റ്റ് പോലെയാക്കുക. ഈ ഒരു പേസ്റ്റ് തലയിൽ തേച്ച് പിടിപ്പിച്ച് നന്നായി കഴുകി വൃത്തിയാക്കുക. ഇനി നിങ്ങളുടെ തലയോട്ടി സ്കാൽപ്പ് ഒരു ഡ്രൈ സ്കാൽപ്പ് ആണെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ കാണുന്ന കുറച്ചൊരു ഉലുവ എടുത്ത് അത് തലേ ദിവസം വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം അതൊരു പേസ്റ്റ് പോലെ ആക്കുക. ഈ പേസ്റ്റിലേക്ക് തൈരും കൂടി ചേർത്ത് ഒരു ഹെയർ പാക്ക് പോലെ നമ്മൾ തലയിൽ തേച്ച ശേഷം ഒരു 10-15 അല്ലെങ്കിൽ ഒരു 20 മിനിറ്റിന് ശേഷം ഒരു നോർമൽ വാട്ടർ ഉപയോഗിച്ച് തല നന്നായി കഴുകി വൃത്തിയാക്കുക. ഇനി നിങ്ങളിതൊരു ഓയിലി സ്കാൽപ്പ് ആണെങ്കിൽ ഈ പറയുന്ന പോലെ ഉലുവ തലേ ദിവസം വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം അത് പേസ്റ്റാക്കി അതിലേക്ക് മുട്ടവെള്ളം ചേർത്ത് തലയിലൊരു ഹെയർ പാക്ക് പോലെ അപ്ലൈ ചെയ്ത ശേഷം ഒരു 15-20 മിനിറ്റിന് ശേഷം തല നന്നായി കഴുകിക്കളയുക. പിന്നെ ആര്യവേപ്പിൻ്റെ ഇല ഉണങ്ങി അതൊരു പൊടിയാക്കി എടുക്കുക. ഈ കുറച്ച് പൊടി ഒരു 2 ടീസ്പൂൺ പൊടിയിലേക്ക് കുറച്ച് തൈരും കൂടി മിക്സ് ചെയ്ത് ഒരു ഹെയർ പാക്ക് പോലെയാക്കി അതും തലയിൽ തേച്ച് പിടിപ്പിക്കാം. അതും ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സഹായിക്കും. പിന്നെ നെല്ലിക്ക ഉണക്കുക. ഈ ഉണക്കി അത് ഷെയ്ഡിൽ നമ്മുടെ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അടിയിലല്ല, നമ്മൾ ഏതെങ്കിലും നിഴലിലിട്ടിട്ട് വേണം ഉണക്കാൻ വേണ്ടിയിട്ട്. ഈ ഉണക്കിയ നെല്ലിക്ക നമ്മൾ കഞ്ഞിവെള്ളത്തിൽ കുതിർത്ത് വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം ഓവർനൈറ്റ് കുതിർത്ത് വെക്കുക. പിറ്റേ ദിവസം ഈ നെല്ലിക്ക എടുത്ത് അതൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് കഞ്ഞിവെള്ളത്തിലേക്ക് തന്നെ ചേർക്കുക. അതിനോടൊപ്പം തുളസി ഇല എടുത്ത് അതും പേസ്റ്റാക്കി കഞ്ഞിവെള്ളത്തിൽ ചേർത്ത് ഒരു മിക്സ് ആക്കിയിട്ട് അതൊരു ഹെയർ പാക്ക് പോലെ തേക്കാം.
അതുപോലെ നെല്ലിക്കപ്പൊടി, ഈ ഉണക്കിയ നെല്ലിക്ക ഒന്നെങ്കിൽ ഒരു പൊടിയാക്കിയിട്ടോ അല്ലെങ്കിൽ കുതിർത്ത് അതൊരു പേസ്റ്റ് പോലെയോ ആക്കിയെടുക്കുക. അത് ഒരു 2 ടീസ്പൂൺ, അതിനോടൊപ്പം ഇരട്ടി മധുരം ഒരു ടീസ്പൂൺ, ഒരു ശോധിത ടങ്കണ ഒരു 1/2 ടീസ്പൂൺ എടുത്ത് ഈ 3ഉം കൂടി കുറച്ച് മോരിൽ മിക്സ് ചെയ്ത് ഒരു ഹെയർ പാക്ക് പോലെ അപ്ലൈ ചെയ്യാം. ഒരു 15-20 മിനിറ്റിന് ശേഷം ഒന്നുകിൽ ത്രിഫല കഷായം കൊണ്ടോ അല്ലെങ്കിൽ ബേബി ഷാമ്പുവോ അല്ലെങ്കിൽ ശിക്കക്കായ പേസ്റ്റോ ഉപയോഗിച്ചിട്ട് നമുക്ക് തല നന്നായി കഴുകി നോർമൽ വാട്ടറിൽ കഴുകിയാൽ മതി. ചൂടുള്ള വെള്ളം തലയിൽ ഉപയോഗിക്കരുത്, അത് തലയ്ക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് തന്നെ പരമാവധി ഒരു നോർമൽ വാട്ടർ, അധികം തണുപ്പാവാൻ പാടില്ല, ഒരു നോർമൽ വാട്ടറിൽ തല നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, സാധാരണ നമ്മുടെ തലയിൽ ഈ ഒരു വെളുത്ത പൊടി വരുമ്പം അല്ലെങ്കിൽ ചൊറിച്ചിൽ ഇതുപോലുള്ള മുടി കൊഴിയുന്ന സമയത്ത് നമ്മൾ കരുതും അത് താരനാണെന്ന്. പക്ഷേ അങ്ങനെയല്ല, എല്ലായ്പ്പോഴും അത് താരനാവണമെന്നില്ല. സെബോറിക് ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ സ്കാൽപ് സോറിയാസിസ് പോലുള്ള കണ്ടീഷൻസും ആകാം. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ എപ്പോഴും അത് താരനാവണം എന്നില്ല. അപ്പോൾ നമുക്ക് നിയർ ബൈ ഏതെങ്കിലും ഒരു ഡോക്ടറെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുക. ശരിക്കും അത് താരൻ തന്നെയാണോ, അതല്ല സെബോറിക് ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ സ്കാൽപ് സോറിയാസിസ് പോലുള്ള ഏതെങ്കിലും ഒരു കണ്ടീഷൻസ് ആണോ എന്ന് നിങ്ങൾ തിരിച്ചറിയുക. അല്ല എങ്കിൽ അത് നമ്മൾ ചെയ്യുന്ന ചികിത്സകൾ കറക്റ്റ് ഫലപ്രദമാവില്ല. അത് നമുക്ക് ദോഷഫലങ്ങൾ മാത്രമായിരിക്കും ചെയ്യുക. അതും കൂടി ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം താരൻ മൂലം ബുദ്ധിമുട്ടുന്ന എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക. ഉറപ്പായും നിങ്ങൾക്ക് അതിൻ്റേതായ റിസൾട്ട് ഉണ്ടാവും. കുറച്ച് ദിവസം ഈ കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നിട്ടും കുറവില്ല എങ്കിൽ നിയർ ബൈ ഏതെങ്കിലും ഒരു ഡോക്ടറിനെ സമീപിക്കുക. അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി കാണാം. അതുവരെ നന്ദി, നമസ്കാരം. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഡോക്ടറോട് തന്നെ നിങ്ങൾക്ക് നേരിട്ട് സംശയങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.